ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു പ്രഖ്യാപനമായിരുന്നു തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന ദലൈലാമയുടെ നിർണായക പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ചൈന. ദലൈലാമ അവസാനിക്കണമോ തുടരണമോ എന്നത് തീരുമാനിക്കാൻ ചൈനയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ എന്നതാണ് ചൈനീസ് അംബാസിഡർ സു ഫെഹോങ് എക്സിൽ കുറിച്ചത്. ദലൈലാമയെ അനുകൂലിച്ച ഇന്ത്യൻ നിലപാടിനെയും ചൈന ശക്തമായി എതിർക്കുന്നുണ്ട്. ഐഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, താൻ ഇനിയും ജീവിക്കുമെന്നും തന്റെ മരണശേഷം ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന പ്രഖ്യാപനത്തെ വലിയ ആവേശത്തോടെയാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധ മതവിശ്വാസികളൊക്കെ സ്വീകരിച്ചത്. പക്ഷേ ചൈനയ്ക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യങ്ങളുണ്ട്. അത് തീരുമാനിക്കേണ്ടത് ചൈനയാണ് എന്നൊരു നിലപാട് ചൈന നേരത്തെ തന്നെ എടുത്തിരുന്നു. എങ്ങനെയാണ് ഈ ഇന്നലത്തെ 90ാം പിറന്നാൾ ആഘോഷത്തിന് ശേഷം ചൈനയുടെ പ്രതികരണങ്ങൾ വരുന്നത്? ശ്രീജ, ഇന്നലെ ഔദ്യോഗികമായി നടന്ന ചടങ്ങിൽ തന്നെയായിരുന്നു, പരിപാടിക്കിടെ തന്നെയായിരുന്നു ദലൈലാമയുടെ പ്രഖ്യാപനം. അതായത് ലോകത്തുള്ള എല്ലാ ബുദ്ധമത വിശ്വാസികളും ഒരുപോലെ ഉറ്റുനോക്കിയിരുന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. തനിക്ക് പിൻഗാമികൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ദലൈലാമയുടെ പ്രഖ്യാപനം. താൻ എന്തായാലും 40 വർഷം കൂടി ജീവിക്കും, അതിനുശേഷം മരണത്തിന് ശേഷം ഒരു പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ഏറെ ആവേശകരമായിരുന്നു ഈ ബുദ്ധമത വിശ്വാസികളെ സംബന്ധിച്ച ആ പ്രഖ്യാപനം. എന്നാൽ ചൈന ഇപ്പോൾ കൃത്യമായി തന്നെ അതിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. അതായത് തങ്ങളുടെ നിലപാടില്ലാതെ, തങ്ങളുടെ അംഗീകാരമില്ലാതെ ഒരു പിൻഗാമിയെ പ്രഖ്യാപിക്കാൻ ദലൈലാമയ്ക്കാവില്ല. തങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. അതായത് ദലൈലാമയ്ക്ക് ഇനി പിൻഗാമി ഉണ്ടോ ഇല്ലയോ, അത് ആരാവണമെന്നത് ചൈനയാണ് തീരുമാനിക്കേണ്ടത്. ചൈനയുടെ അധികാരമില്ലാതെ, അംഗീകാരമില്ലാതെ അതൊരിക്കലും പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം വരുന്നത്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ, നമുക്കറിയാം നേരത്തെയൊക്കെ പല ഘട്ടത്തിലും ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ വരുമ്പോൾ ഇന്ത്യ ഒരു ഏക ചൈന നയം തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സന്യാസി സമൂഹത്തെയും ടിബറ്റൻ ജനതയും ഒക്കെ അംഗീകരിക്കുമ്പോൾ പോലും ഈ ഏക ചൈന നയം അത് ഇന്ത്യ എപ്പോഴും പുലർത്തിയിരുന്നു. അത് തന്നെ ആയിരിക്കും ഇനിയും ഇന്ത്യയുടെ നിലപാടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതേസമയം ഏറെ കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ എന്ന് പറയണം. കാരണം ഈ ചൈനയും ടിബറ്റൻ സമൂഹവും തമ്മിലുള്ള തർക്കം അത് വീണ്ടും മുറുകുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ ദിവസം ഈ പ്രഖ്യാപനം വന്നതോടുകൂടി അത് വീണ്ടും രൂക്ഷമാകുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ചൈന ഇക്കാര്യത്തിൽ ഇപ്പോൾ കൃത്യമായി നിലപാടെടുത്തിരിക്കുന്നു. ഇനി ഈ ദലൈലാമയുടെ പിൻഗാമി അത് ആരാവും, എവിടെ നിന്നുള്ള ആളാകും എന്നതൊക്കെ പ്രഖ്യാപനം വരുന്നതോടുകൂടി ഇക്കാര്യത്തിൽ ചൈന വീണ്ടും നിലപാട് കടുപ്പിക്കും എന്ന് വേണം മനസ്സിലാക്കാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരമൊരു പ്രഖ്യാപനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാവണം ചൈന പെഞ്ചല ഒരു പ്രധാനപ്പെട്ട സ്ഥാനമാണ്, അവിടെയൊക്കെ പാർട്ടി നിയമനം നടത്തിയിരുന്നു. എന്തായാലും ഇതോടുകൂടി ഇപ്പോൾ ഈ ദലൈലാമയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രഖ്യാപനം വന്നതോടുകൂടി തന്നെ ചൈന നിലപാട് കടുപ്പിക്കുന്നു. തങ്ങൾക്കാണ് ഏറ്റവും വലിയ അധികാരമുള്ളത്. തങ്ങളുടെ അധികാരമില്ലാതെ ടിബറ്റൻ ജനതയ്ക്കോ ദലൈലാമയ്ക്കോ ഒന്നും തീരുമാനിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ചൈന വ്യക്തമാക്കുകയാണ്. ശ്രീജ, ശരി, ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ശ്രീ മോഹൻ വർഗീസ് നമ്മളോടൊപ്പം, വിദേശകാര്യ വിദഗ്ധൻ, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ ലാമയും ചൈനയും തമ്മിലാണ് പ്രശ്നമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ദലൈലാമയുടേതാണ് അവസാന വാക്കെന്ന് പറയുമ്പോഴും ചൈനയുടെ പ്രതിഷേധം വന്നതിന് പിന്നാലെ ഇന്ത്യൻ നിലപാട് അല്പം മയപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ടിബറ്റിനെ അംഗീകരിക്കുമ്പോൾ പോലും ദലൈലാമയാണ് അതിൻ്റെ തലവനെന്നോ അല്ലെങ്കിൽ ടിബറ്റൻ ഭരണകൂടത്തിൻ്റെ നിയന്ത്രണം അവിടെയാണോ എന്നൊന്നും ഒരിക്കലും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അതിനെപ്പറ്റി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തൽക്കാലം അതിർത്തി തർക്കങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്ന ഒരു സമയം എന്ന നിലയ്ക്ക് ഒരു പ്രകോപനപരമായ ഒരു പിന്തുണയിലേക്ക് എന്തായാലും ഇന്ത്യ പോവില്ലെന്ന് ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു സംയമനം പാലിക്കേണ്ട ആവശ്യകതയുണ്ട്. ഇവിടെ യഥാർത്ഥ വിഷയം ടിബറ്റിനെ എങ്ങനെയാണ് ഭാരതം കാണുന്നത് എന്നാണ്. ടിബറ്റിന്റെ ജനത അല്ലെങ്കിൽ ടിബറ്റിന്റെ ഭൂപ്രദേശം ചൈനയുടെ രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ്. അതേക്കുറിച്ച് ഭാരതത്തിന് ഇപ്പോൾ തർക്കങ്ങളില്ല. അതേസമയം ടിബറ്റൻ ജനതയുടെ ആധ്യാത്മിക ആവശ്യങ്ങൾ അത് പ്രതിനിധീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ലാമയാണ്, ദലൈലാമയാണ്. ആ ദലൈലാമയുടെ തീരുമാനമാണ് ആധ്യാത്മിക ടിബറ്റിനെ ആര് നയിക്കണം. അല്ലാതെ ഭൗതിക ടിബറ്റിനെ തീർച്ചയായും ഭരണകൂടം, ചൈനയുടെ ഭരണകൂടം തന്നെയാണ്. ടിബറ്റിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, ചൈനീസ് കൺട്രോളിൽ തന്നെയാണ്. അവിടെ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഇവിടെ ടിബറ്റിന്റെ സ്വയംഭരണത്തിന് വേണ്ടിയോ ടിബറ്റ് ഒരു പ്രത്യേക പ്രവിശ്യ ആകേണ്ട ആവശ്യകതയെക്കുറിച്ചോ ടിബറ്റിന്റെ രാഷ്ട്രീയപരമായ ഭാവിയെക്കുറിച്ചോ അഭിപ്രായ പ്രകടനം നടത്താൻ ഭാരതം തയ്യാറാവില്ല. ഈ സാംസ്കാരികമായും അല്ലെങ്കിൽ ഒരു മതപരമായുമുള്ള ഒരു ഐഡന്റിറ്റി
ഐഡന്റിറ്റി കോൺഷ്യസ്നെസ്സിൽ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ടിബറ്റൻ ജനത. ഏതാണ്ട് എല്ലാവരും ടിബറ്റിലെ ഏതാണ്ട് പൂർണ്ണമായി ടിബറ്റൻ ജനത ആധ്യാത്മിക ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അവരുടെ ഒരു ആശയാവിഷ്കാരങ്ങൾ ദലൈലാമയിലൂടെ നിറവേറ്റപ്പെടുന്നു. അതുകൊണ്ട് അടുത്ത ദലൈലാമ ആര് എന്ന് തീരുമാനിക്കേണ്ട ചുമതല ദലൈലാമയ്ക്കാണ് എന്നത് ഇന്ത്യയുടെ ഒരു നിലപാടാണ്. അത് ഇന്ത്യക്കുള്ളിൽ നിന്ന് വേണോ ടിബറ്റിനുള്ളിൽ നിന്ന് വേണോ ദലൈലാമ ആര് എന്ന് ഭാരതമല്ലല്ലോ തീരുമാനിക്കേണ്ടത്. പക്ഷെ അത് തീരുമാനിക്കാനും അത് ഭരണകൂടവുമായി യാതൊരു ബന്ധവുമില്ല. ഒരു ടിബറ്റൻ ഗവൺമെന്റ് എക്സൈൽ എന്ന് പറയുന്നത് മറ്റൊരു സംവിധാനമാണ്. അതായത് ചൈനയ്ക്കുള്ളിലെ ടിബറ്റിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ടിബറ്റൻ ഒരു പ്രതീകാത്മകമായ ഒരു ഗവൺമെന്റാണ്. ടിബറ്റൻ ഒരു പ്രവാസി സർക്കാർ അല്ലെ ദലൈലാമ നേതൃത്വം നൽകുന്ന ഒരു മതപരമായ ഒരു സംവിധാനം എന്നെ സർക്കാർ എന്ന് പറയാനാവില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ വളരെ ജിയോ പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു ലോകം. പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാപാര യുദ്ധം, ട്രംപിന്റെ ചില നിലപാടുകൾ, അതുകൊണ്ട് ചൈനയുമായി ബ്രിക്സ് രാജ്യങ്ങളുടെ ഉച്ചകോടി ഇപ്പോൾ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചൈനയും ഇന്ത്യയും റഷ്യയും എല്ലാം ഒരുമിച്ച് സഹകരിക്കേണ്ടത് ദീർഘകാലമായ ലോകത്തിന്റെ തന്നെ ആവശ്യം തന്നെയാണ്. ഒരു ബ്രിക്സിനെ ശാക്തീകരിക്കണമെങ്കിൽ അതിർത്തി തർക്കങ്ങളോ ദലൈലാമ മുതലായ വിഷയങ്ങളിലെ തർക്കങ്ങളോ ഒന്നും തന്നെ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല വളരെ ബുദ്ധിമുട്ടിയാണ്. ഏതാണ്ട് 5 വർഷം നീണ്ടുപോയ ഒരു തർക്കം കഴിഞ്ഞ വർഷം 2024 അവസാനിക്കുന്നത്. ഗൽവാന് ശേഷമൊക്കെ 4 വർഷത്തോളം ഈ മഞ്ഞുരുകാൻ കാലമെടുത്തു. ഇപ്പോൾ ഏതാണ്ട് അതിർത്തികൾ ശാന്തമാണ്. ചൈന ഈ പാകിസ്ഥാനുമായുള്ള പഹൽഗാം വിഷയത്തിൽ പോലും ചൈന കാര്യമായ ഒരു പാക് അനുകൂല നിലപാട് പരസ്യമായി എടുത്തില്ല. രഹസ്യമായി തീർച്ചയായും പാകിസ്ഥാന് സഹായങ്ങളുണ്ട്. അത്രയും അനുകൂലമായ സാഹചര്യം നിലവിലിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ചൈനയെ പ്രകോപിപ്പിക്കുന്നത് ബുദ്ധിയല്ല എന്ന ഭാരതത്തിന്റെ നിലപാടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് ദലൈലാമ വിഷയം എന്ന് പറയുന്നത് തുടരാൻ സാധ്യതയുള്ള വിഷയമാണ്. ദലൈലാമ തന്റെ പിൻഗാമിയെ ഉടനെ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണ്. അത് മാത്രമല്ല 130 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരിക്കുമെന്ന് അദ്ദേഹം സ്വയം ക്ലെയിം ചെയ്യുന്നു. ദലൈലാമയുടെ അനുയായികൾ ടിബറ്റിനുള്ളിലും ഇന്ത്യക്കുള്ളിലുമായി ചിതറി നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ഭൗതികമായ ഒരു അസ്തിത്വം എന്നതിനേക്കാൾ ഉപരിയായി ഒരു ആധ്യാത്മിക സാന്നിധ്യം എന്ന നിലയിൽ ടിബറ്റൻ ജനതയെയും അവരുടെ ആവിഷ്കാരത്തെയും കാണാൻ തന്നെയാണ് ഭാരതം തീരുമാനിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ ആഗ്രഹം അങ്ങനെയാണ്. അതനുസരിച്ചുള്ള നയങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ചൈനയെ ഒട്ടും പ്രകോപിപ്പിക്കേണ്ട എന്ന നിലയിൽ ഭാരതം ഒരു മെല്ലപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഈ ദലൈലാമയും ചൈനയും തമ്മിൽ, അല്ലെങ്കിൽ ഈ ആത്മീയ ടിബറ്റും ചൈനയും തമ്മിലുള്ള ഈ തർക്കം, അത് ഏത് തരത്തിലേക്ക് പോകുമെന്നാണ്? ഇപ്പോൾ ദലൈലാമയുടെ ഒരു പ്രഖ്യാപനം ആദ്യമായാണ് വരുന്നത്. അതിനെ വലിയ ആഘോഷമായിട്ടാണ് ലോകമെമ്പാടുമുള്ള ഈ ലാമയെ പിന്തുടരുന്നവരൊക്കെ സ്വീകരിക്കുന്നത്. തങ്ങൾക്ക് തന്നെയാണ് പൂർണ്ണമായ അധികാരം ഈ ലാമ നേതൃത്വം നൽകുന്ന ആത്മീയ ഭരണകൂടത്തിനാണ് എന്ന് പറയുമ്പോൾ ഈ തർക്കം അവസാനിക്കാതെ തന്നെ മുന്നോട്ട് പോകും. ചൈന ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയുമാണെങ്കിൽ ഈ തർക്കം എങ്ങോട്ടേക്കാവും നീങ്ങുക? 90 വയസ്സെന്ന് പറയുന്നത്, അദ്ദേഹം 130 വയസ്സ് വരെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 90 വയസ്സ് എന്നതൊരു പ്രായമാണ്. ഇന്നലെ അദ്ദേഹം പറയുന്നത് ഇനി ഏത് നിമിഷവും മരണം സ്വീകരിക്കാൻ എനിക്ക് മടിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അല്ല, ഇതൊരു ഡിസ്റ്റോർഷൻ ടാറ്റിക്സ് ഉണ്ട്. 130 വയസ്സ് വരെ എന്ന് ദലൈലാമ പറയുന്നതിന്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഫിസിക്കലി 130 വർഷം എന്ന് പറയുന്നത് അത്ര പ്രായോഗികമായ ഒരു കാര്യമല്ല. ഇപ്പോൾ ഒരു തീരുമാനമില്ല എന്നത് മാത്രമാണ്. പക്ഷെ ആ തീരുമാനം ഉണ്ടാകുമ്പോൾ അത് അലോസരപ്പെടുത്തുന്നത് ചൈനയെ തന്നെ ആയിരിക്കും. കാരണം ടിബറ്റൻ ഒരു ഫ്രീ വേൾഡിൽ നിന്നായിരിക്കും അടുത്ത ദലൈലാമ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പഞ്ചൻ ലാമയെ ചൈന സൃഷ്ടിച്ച് പഞ്ചൻ ലാമ പിന്നീട് ആദ്യം നിലവിൽ വന്ന പഞ്ചൻ ലാമയെ കാണാനില്ല. പിന്നീട് പഞ്ചൻ ലാമയെ ചൈന ആർട്ടിഫിഷ്യലി സൃഷ്ടിക്കുന്നു. ആർട്ടിഫിഷ്യലി സൃഷ്ടിക്കാവുന്ന ഒരു തസ്തികയല്ല ദലൈലാമയോ പഞ്ചൻ ലാമയോ ഒന്നും തന്നെ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ഒരു മതഘടനകളെ അല്ലെങ്കിൽ സാംസ്കാരിക ഘടനകളെ ഒരു പാരമ്പര്യത്തെ അതിനെയൊക്കെ പുനഃസൃഷ്ടിക്കാനോ അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയില്ല. അതുകൊണ്ട് ചൈന ടിബറ്റിനെ കാണുന്നത് പൂർണ്ണമായും ചൈനീസ് പ്രദേശമായിട്ട് തന്നെയാണ്. ഭാരതം കാശ്മീരിനെ കാണുന്നത് പോലെ തന്നെയാണ് ചൈന ടിബറ്റിനെ കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഫർ സോൺ, ചരിത്രപരമായി ഈ ബ്രിട്ടീഷ് ഇന്ത്യക്കും ഇമ്പീരിയൽ ചൈനയ്ക്കും ഒക്കെ ഇടയിലുള്ള ഒരു ബഫർ ഏരിയ ആയ ഒരു സ്വയംഭരണ പരമാധികാര ഒരു രാജ്യം തന്നെയായിരുന്നല്ലോ ടിബറ്റ്. അതുകൊണ്ട് ആ ടിബറ്റിലേക്കുള്ള ചൈനീസ് അധിനിവേശം സംഭവിച്ചത് തീർച്ചയായും ഭാരതത്തിന്റെ ആത്യന്തികമായ താല്പര്യങ്ങൾക്ക് എതിര് തന്നെയാണ്. ചൈനയുമായി അതിർത്തി പങ്കിടേണ്ട ഒരു രാജ്യമായിരുന്നില്ല സ്വാഭാവികമായ ഭാരതം. ഇപ്പോൾ അത് ബഫർ സ്റ്റേറ്റ് എന്നതിൽ നിന്നും മാറി, ബഫറിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ് ബഫർ സ്റ്റേറ്റ് എന്നതിൽ നിന്നും മാറി ചൈനീസ് പരമാധികാര പ്രദേശം വരുമ്പോൾ ടിബറ്റിന്റെ കിഴക്കൻ ടിബറ്റിൽ നിന്നും പടിഞ്ഞാറൻ ടിബറ്റിൽ നിന്നും തന്നെയാണ് ഭാരതത്തിനെതിരെ ഉണ്ടായ ചൈനീസ് ആക്രമണങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് ചൈന ടിബറ്റന്റെ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിൽ സജീവമായി നിലനിർത്തുക എന്നത് ഭാരതത്തിന്റെ ആത്യന്തികമായ ആവശ്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങൾ പറയാതിരിക്കുക എന്നതും
സാംസ്കാരികമായി ആ ജനത പൂർണ്ണമായും ചൈനയിൽ ഇന്റഗ്രേറ്റഡ് ആയി എന്ന് പറയാനുമാവില്ല. അത് യാഥാർത്ഥ്യമാണ്. കാരണം ചൈന ക്ലെയിം ചെയ്താലും ഒരു ജനത എന്ന നിലയിൽ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലല്ല, അല്ലെങ്കിൽ ചൈനീസ് രീതിയിലല്ല, അല്ലെങ്കിൽ കിഴക്കൻ പടിഞ്ഞാറൻ ചൈനീസ് രീതിയിലല്ല അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ. അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഒരു ഇക്കണോമിക് ലൈഫ് മാത്രമല്ല ടിബറ്റൻ ജനത ആഗ്രഹിക്കുന്നത്, ഒരു ധാർമ്മിക ജീവിതം, ആധ്യാത്മിക ജീവിതം ആഗ്രഹിക്കുന്ന ഒരു ജനത. ആ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഭാരതത്തിന്റെ നിലപാട് അത് കേവലം ഐക്യദാർഢ്യം മാത്രമാണ്, അല്ലാതെ രാഷ്ട്രീയമായ പിന്തുണയായി അതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. പക്ഷെ അത് ചൈനയ്ക്ക് പലപ്പോഴും സ്വീകാര്യമാകാത്തതിന്റെ കാരണം ദലൈലാമ എന്ന ആധ്യാത്മിക നേതാവ് ഇന്ത്യയിലാണ്, ലാസയിലല്ല, മറിച്ച് ഇന്ത്യയിൽ ധർമ്മശാലയിൽ ജീവിക്കുന്ന, ഹിമാചൽ പ്രദേശിൽ ജീവിക്കുന്ന ദലൈലാമയും അദ്ദേഹത്തിന്റെ ആശ്രമാംഗങ്ങളും എല്ലാം തന്നെ ഭൗതികമായി ടിബറ്റിന്റെ ആധ്യാത്മിക നേതൃത്വത്തിന്റെ സാന്നിധ്യം ഇന്ത്യയിൽ ഉള്ളിടത്തോളം കാലം ആ വിഷയം ചൈന ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കുന്നു. അതുകൊണ്ടാണ് ചൈന വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് അടുത്ത ലാമയെ തീരുമാനിക്കാനുള്ള അവകാശം ചൈനയ്ക്കാണ്. പക്ഷേ അങ്ങനെ ലാമമാരെ രാഷ്ട്രീയ ശക്തിക്ക് തീരുമാനിക്കാവുന്ന ഒരു അന്തരീക്ഷമല്ല ലോകത്തൊരിടത്തും. ഒരു മതത്തിന്റെയും മേലധ്യക്ഷന്മാരെ അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരെ നിയമിക്കുന്നതോ സൃഷ്ടിക്കുന്നതോ രാഷ്ട്രങ്ങളല്ല, രാഷ്ട്രീയ വ്യവസ്ഥകളുമല്ല. അത് പരിഗണിക്കുമ്പോൾ ഇന്ത്യ എടുക്കുന്ന നിലപാടിൽ സാങ്കത്യമുണ്ട് എന്ന് കാണാം. ശരി, വളരെ നന്ദി ശ്രീ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. എന്തായാലും തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് കാലം കൂടി ജീവിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്, ഒരു 30-40 വർഷം കൂടി താൻ ജീവിക്കും, അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ടിബറ്റിന് പുറത്ത് നിന്ന് തനിക്കൊരു പിൻഗാമി ഉണ്ടാവുക എന്ന് പറയുമ്പോഴാണ് ചൈനയുടെ താല്പര്യങ്ങളെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തുക എന്നൊരു നിലപാടാണ് ആ ഒരു പ്രഖ്യാപനത്തിലൂടെ ഇന്നലെ ലാമ ചെയ്തത്. പക്ഷേ ഇന്ത്യ എടുക്കുന്ന നിലപാട് ശ്രദ്ധേയമാണ്. ടിബറ്റിനെ അംഗീകരിക്കുമ്പോൾ ദലൈലാമയെയും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക നേതൃത്വത്തെയും അംഗീകരിക്കുമ്പോൾ തന്നെ അക്കാര്യത്തിൽ ചൈനയെ പിണക്കാതെയുള്ളൊരു നിലപാട് അല്ലെങ്കിൽ ഒരു മയപ്പെട്ട നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്.